നമസ്കാരം. എൻ്റെ വാർത്തയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കോടതി വിധി പ്രകാരം അർഹതപ്പെട്ട ഭൂമിക്കായി നിലമ്പൂരിൽ ആദിവാസി സമൂഹം നടത്തുന്ന സമരം 245 ദിവസം പിന്നിട്ടു. എന്നാൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നടത്തുന്ന സമരം മാസങ്ങൾ പിന്നിട്ടിട്ടും ഇവരുടെ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിക്കുകയാണ് അധികൃതർ. സുപ്രീം കോടതി വിധി പ്രകാരം ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് ലഭിക്കേണ്ട ഒരേക്കർ ഭൂമിക്കായാണ് രാപ്പകലില്ലാതെ ഇവരുടെ സമരം. നിലമ്പൂർ ITDP ഓഫീസിനു മുന്നിൽ ആദിവാസികൾ നടത്തുന്ന സമരം 245 ദിവസം പിന്നിട്ടു. എന്നാൽ തുടക്കം മുതൽ സമരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ഭരണകൂടം. ഭൂസമര നായിക ബിന്ദു ബൈലാശ്ശേരിയുടെ നേതൃത്വത്തിലാണ് ആദിവാസി കൂട്ടായ്മ സമരം നടത്തുന്നത്. ഭക്ഷണം പാകം ചെയ്യുന്നതും കിടപ്പുമെല്ലാം ITDP ഓഫീസിനു മുന്നിലെ സമരവേദിയിൽ തന്നെ. സമരം മാസങ്ങൾ പിന്നിടുമ്പോഴും ആദിവാസികൾ നടത്തുന്ന പ്രതിഷേധം അനാവശ്യമെന്ന നിലപാടിലാണ് ഭരണകക്ഷി. ജില്ലയിലെ 663 ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് ജനുവരിയിൽ പട്ടയം നൽകുമെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. എന്നാൽ ഇത് ആദിവാസി സമൂഹത്തെ പറ്റിക്കാനുള്ള തന്ത്രമാണെന്ന നിലപാടിലാണ് ആദിവാസികൾ. സമരത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നിലമ്പൂർ മേഖലയിൽ വിതരണത്തിന് ഒരുങ്ങുന്ന ഭൂമി വൻ അഴിമതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദിവാസികളെ പച്ചയ്ക്ക് വഞ്ചിച്ചുകൊണ്ടുള്ള ഒരു ഭൂമി വിതരണത്തിനാണ് നമ്മളെ ഗവൺമെൻറ് തയ്യാറായിട്ടുള്ളത്. ഒരു കുടുംബത്തിന് 1 ഏക്കർ എന്നുള്ളതാണ് നമുക്ക് സുപ്രീം കോടതിൻ്റെ വിധി കിടക്കുന്നത്. അപ്പോൾ ഈ കണ്ടെത്തിയ ഭൂമി ഈ ആദിവാസികൾക്ക് ഒന്നും അറിയാത്ത ആൾക്കാരാണ്. ഇതെങ്ങനെയാണ് വിതരണം ചെയ്യണതെന്ന് പോലും മിക്ക കുടുംബങ്ങൾക്കും അറിയൂല. 20 സെന്റ് 10 സെന്റ് എന്നീ രീതിക്കാണ് ആദിവാസികൾക്ക് ഭൂമി വിതരണത്തിന് ഇവർ തയ്യാറായിട്ടുള്ളത്. അതിൽ തന്നെ 5 സെന്റ് ഭൂമി ആദിവാസികൾക്ക് വീട് വയ്ക്കാൻ കൊടുക്കുകയും ബാക്കി 15 സെന്റ് ഭൂമി വനമായിട്ട് നിലനിർത്തുകയും ആണ് 20 സെന്റ് കൊടുക്കുന്നതിൽ ഇവർ ചെയ്യണത്. അതുപോലെ ഈ 10 സെന്റ് കൊടുക്കുന്നവർക്ക് 5 സെന്റ് ഭൂമിയിൽ വീട് വയ്ക്കാൻ കൊടുക്കുകയും 5 സെന്റ് സ്ഥലം വനമായി നിലനിർത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. വനം വകുപ്പ് റവന്യൂ വകുപ്പിന് കൈമാറിയ നെല്ലിപ്പൊയിൽ, തൃക്കൈക്കുത്ത്, അത്തിക്കൽ പ്രദേശങ്ങളിലാണ് ഭൂമി നൽകുക. 10 സെന്റ് മുതൽ 20 സെന്റ് വരെയാണ് ഓരോ കുടുംബത്തിനും ലഭിക്കുക. കോടതി വിധി പ്രകാരം ലഭിക്കേണ്ട 1 ഏക്കർ ഭൂമിക്ക് പകരം പരമാവധി ഒരു കുടുംബത്തിന് ലഭിക്കുക 20 സെന്റ് സ്ഥലം മാത്രമാണ്. ഇതിലാകട്ടെ വീട് വെക്കാനായി 5 സെന്റ് സ്ഥലത്തെ മരം മാത്രമേ വെട്ടിമാറ്റാനാകൂ. ബാക്കി സ്ഥലം വനമായി നിലനിർത്തണം. ഇത് കൃഷി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുമെന്ന് ആദിവാസികൾ പറയുന്നു. ഞങ്ങൾ ഈ ഭൂമി വിതരണത്തിന് ഒരുങ്ങിയപ്പോൾ തന്നെ ഇതെന്താണ് ഇങ്ങനെ ചെയ്യണത്? ആദിവാസികൾക്ക് ശരിക്കും അങ്ങനെ വനം നിലനിർത്തിങ്ങാണ്ട് ഈ ഭൂമി കൊടുക്കാൻ പാടില്ലല്ലോ. റവന്യൂവിന് കൈമാറിയ ഭൂമിയല്ലേ. അത് അവർക്ക് വാസയോഗ്യമായും കൃഷിക്ക് അനുയോജ്യമായ ഭൂമിയും കൊടുക്കണം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് നിങ്ങൾ ഈ വനം നിലനിർത്തി ഇങ്ങോട്ട് കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ കലക്ടർ തലത്തിൽ മുതൽ താഴെ നമ്മുടെ വില്ലേജ് ഓഫീസർക്ക് വരെ അതിനെ പറ്റി അറിയൂല എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം ഈ ആദിവാസികളെ ഈ കോളനി വൽക്കരണം എന്ന് പറഞ്ഞ അതിൽ നിന്ന് ഒരിക്കലും മോചിതരാവരുത്. കോളനി എങ്ങനെയാണോ ഇപ്പം ആദിവാസികൾ തിങ്ങിപ്പാർക്കണ കോളനി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ ഒരു ഭൂമി വിതരണത്തിലും ആദിവാസികളോട് ചെയ്യുന്ന ഒരു വഞ്ചനയാണ് ഇത് ചെയ്യുന്നത്. കാരണം ഒരു 20 സെന്റ് സ്ഥലം അവർ കൊടുക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഭൂമിയായിട്ട് ഫ്ലോട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒരു കുടുംബത്തിന് വീട് വെക്കാം. അത് പറ്റാണ്ട് ഈ 5 സെന്റ് സ്ഥലം കൊടുത്തിട്ട് ഒരേ രീതിക്ക് ഇപ്പം ഞങ്ങളെ കോളനി എങ്ങനെയാണോ നിൽക്കുന്നത് അതേ രീതിക്കാണ് വീണ്ടും ആദിവാസികളെ കൊണ്ട് കോളനി വൽക്കരണമാണ് ഇവർ നടത്തുന്നത്. അല്ലാതെ ആദിവാസികളെ പുനരധിവസിപ്പിക്കുക, നല്ല രീതിക്ക് ജീവിക്കാനുള്ളൊരു മാർഗ്ഗമല്ല അവർ കൊടുത്തിരിക്കുന്നത്.
തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പറയാൻ നവകേരള യാത്രക്കിടെ മുഖ്യമന്ത്രിയെ കാത്തിരുന്നിട്ടും സമരത്തിന് നേരെ അദ്ദേഹം മുഖം തിരിച്ചെന്നും ആദിവാസികൾ ആരോപിക്കുന്നു. മഴയും വെയിലുമേറ്റ് പീഡികത്തിണ്ണയിൽ അന്തിയുറങ്ങി ഉപവാസത്തിലൂടെ സമാധാനപരമായി നയിക്കുന്ന ഒരു സമരം എന്നുള്ളതും ഈ സമരത്തിൻ്റെ പ്രത്യേകതയാണ്. കഴിഞ്ഞ 247 ദിവസമായി നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ സമരം എപ്പോഴും സമാധാനത്തിൻ്റെ മാർഗത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയതെന്ന് കാണാം. നവകേരള സദസ്സുമായി മുഖ്യമന്ത്രി വന്നപ്പോൾ പോലും തങ്ങളുടെ അവകാശം പറയാൻ പ്ലക്കാർഡുകളുമായി നിൽക്കുന്ന സമരക്കാരെയാണ് കണ്ടത്. പ്രതിഷേധമോ കരിങ്കൊടി പ്രയോഗങ്ങളോ ഒന്നും നമ്മളിവിടെ കണ്ടില്ല. എന്നാൽ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സഹനപൂർവ്വം നടത്തുന്ന ഒരു സമരം 247 ദിവസം പിന്നിടുമ്പോഴും സർക്കാർ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. സമരം ചെയ്യുന്നവരെ ശത്രുപക്ഷത്ത് നിർത്തുക എന്നുള്ളതല്ല, സമരം ചെയ്യുന്നവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ അവയ്ക്കുള്ള ഒരു രണ്ടു കൂട്ടർക്കും അനുയോജ്യമായ ഒരു അഡ്ജസ്റ്റ്മെന്റുമൊക്കെ ഉണ്ടാക്കേണ്ടത് ഭരണാധികാരികളുടെ ചുമതലയാണ്. പാട്ടക്കരാർ കഴിഞ്ഞ എസ്റ്റേറ്റുകളടക്കം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥലമുണ്ടെങ്കിലും 1 സെന്റ് സ്ഥലം പോലും തിരിച്ചെടുത്ത് ഭൂരഹിതർക്ക് നൽകാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. ആദിവാസി ഗോത്രസഭ, കോൺഗ്രസ്, BJP തുടങ്ങി നിരവധി സംഘടനകൾ സമരത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. എന്നാൽ നിലമ്പൂരിലെ MLA സമരത്തെ അപഹസിക്കുകയാണെന്നും സമരക്കാർ പറയുന്നു. പട്ടികവർഗ പട്ടികജാതി വകുപ്പിന് പ്രത്യേക മന്ത്രിയുള്ള സംസ്ഥാനത്താണ് 247 ദിവസമായി കടത്തണ്ടയിൽ കിടന്നുകൊണ്ട് മഴയത്ത് ചെളിയിൽ കിടന്നുകൊണ്ട് സഹനത്തിന്റെ മാർഗത്തിൽ ആദിവാസി സമൂഹം സമരം ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. MLA-മാരോ മന്ത്രിമാരോ ഈ സമരപന്തലിലേക്ക് തിരിഞ്ഞു നോക്കാത്തത് എന്തുകൊണ്ട് എന്നറിയില്ല. ഇവർ നടത്തുന്നത് ഈ രാജ്യത്ത് വേറുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനോ അല്ലെങ്കിൽ സമാധാനക്കേടുണ്ടാക്കുന്നതിനുള്ള തങ്ങൾക്ക് അവകാശപ്പെട്ട മണ്ണിനു വേണ്ടിയാണ് എന്നുള്ള കാര്യം വിസ്മരിക്കപ്പെടാൻ പാടില്ല. ഈ ആദിവാസി സമൂഹത്തെ പട്ടിണി കിടന്നുകൊണ്ടും ഉപവസിച്ചുകൊണ്ടും കടത്തണ്ടകളിൽ അന്തി ഉറങ്ങിക്കൊണ്ടും നടത്തുന്ന ഈ സമരം അവസാനിപ്പിച്ച് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാവണം. അർഹതപ്പെട്ട ഭൂമിക്കായുള്ള രോദനം അധികൃതരുടെ ചെവിയിലെത്താൻ ഇനിയും എത്ര കാലം വേണമെങ്കിലും സമരം ചെയ്യുമെന്ന നിലപാടിലാണ് ആദിവാസികൾ.